കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. യുവതിയുടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി VD സതീശൻ രംഗത്തെത്തി. വിഷം അകത്തു ചെന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കാസർഗോഡ് കളക്ട്രേറ്റിലെ UD ക്ലർക്കായ ചെങ്കള അതിർകുഴിയിലെ ആശാലത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ആശാലത സ്വന്തം കാറോടിച്ച് ചെങ്കള സഹകരണ ആശുപത്രിയിലെത്തുകയും വിഷം കഴിച്ചതായി ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. പ്രാഥമിക ചികിത്സ നൽകി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വൈകിട്ടോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ആശാലതയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിഷമം ഇവർ പങ്കുവച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിൻ്റെ കൃത്യമായ പശ്ചാത്തലവും കാരണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവ ദിവസം ആശാലത വാട്സാപ്പിൽ പങ്കുവച്ച അവസാന സ്റ്റാറ്റസും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ചർച്ചയായിട്ടുണ്ട്. നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത എന്നായിരുന്നു സ്റ്റാറ്റസ്. ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്നതിൽ വ്യക്തമായ നിഗമനത്തിലേക്കെത്തുവാൻ സാധിച്ചിട്ടില്ല. NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗവും കളക്ട്രേറ്റിലെ അക്ഷര ലൈബ്രറി ഭാരവാഹിയുമായിരുന്നു ആശാലത. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലായിരുന്ന ആശാലതയെ 2 മാസം മുൻപാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആശാലത MA B.Ed ബിരുദധാരിയായിരുന്നു. ഭർത്താവ് അജയകുമാർ ഗൾഫിലായിരുന്നു. ആശാലത ആശുപത്രിയിലായ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ശനിയാഴ്ച തന്നെ നാട്ടിലെത്തി. യദുകൃഷ്ണൻ, അഗ്നിവേശ് എന്നിവർ മക്കളാണ്. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമായി. പിണറായി വിജയന്റെ ആരോപണത്തെ എതിർത്ത മുഖ്യമന്ത്രി VD സതീശൻ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. Shopika Weddings, the bridal legacy.